നമസ്കാരം. ഞാൻ വേണു മഹാദേവ്, അസ്ട്രോളജർ. നമ്മുടെ ഈ ജ്യോതിഷകേരളി ചാനലിൽ വ്യാഴമാറ്റം, അതുപോലെ തന്നെ രാഹുകേതു മാറ്റം, ഇവ നമ്മൾ ചെയ്തപ്പോൾ പ്രേക്ഷകരായി നിങ്ങൾ തന്ന ലൈക്കും സബ്സ്ക്രിപ്ഷനും മാത്രമല്ല, നിങ്ങളുടെയൊക്കെ ഒരു സപ്പോർട്ടും അനുഗ്രഹം എന്ന് പറയുന്നത് അതെനിക്ക് വാട്സാപ്പിലൂടെ ധാരാളം പേര് മെസ്സേജ് ഇടുന്നതുകൊണ്ട് എനിക്കറിയാം. നിങ്ങൾ എനിക്ക് തരുന്ന ഒരു വില, എന്നെ നിങ്ങൾ അംഗീകരിക്കുന്നത്, നിങ്ങൾ തരുന്ന അനുഗ്രഹം, ഇതിന് ഭഗവാന്റെ പേരിൽ, പ്രപഞ്ചശക്തിയുടെ പേരിൽ നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ ഇന്ന് മീനക്കൂറിൻ്റെ ഫലം പറയുകയാണ്. മീനക്കൂറിൻ്റെ ഫലം എന്ന് പറയാൻ കാരണം, നമ്മൾ രാഹുകേതു മാറ്റവും വ്യാഴമാറ്റവും നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ധാരാളം വ്യക്തികൾ നമ്മുടെ ജാതകത്തിലെ ഏറ്റവും വലിയ ഒരു മാറ്റം ചിന്തിക്കുന്ന, അല്ലെങ്കിൽ നമുക്ക് ജീവിതത്തെ നമ്മളെ ട്യൂൺ ചെയ്യാൻ വേണ്ടി ആശ്രയിക്കുന്ന 4 ഗ്രഹങ്ങളിൽ പ്രധാനമാണ് ശനിയും മാറി. അപ്പോൾ ശനി മാറ്റം, രാഹുകേതു മാറ്റം, വ്യാഴമാറ്റം, ഇത്രയും 4 ഗ്രഹങ്ങളുടെ മാറ്റം ഒരുമിച്ച് അടുത്ത് ഉണ്ടായതും അതൊരു 1 വർഷം നീണ്ടു നിൽക്കുന്നതായ ഒരു മാറ്റം കുറേ വർഷം കൂടി ഇപ്പോഴാണ് ഉണ്ടായത്. അപ്പോൾ അതുകൊണ്ട് ഈ 4 ഗ്രഹങ്ങളെ പരിഗണിച്ചുകൊണ്ട് നമുക്ക് എന്താണ് ഇനിയുള്ള അങ്ങോട്ടുള്ള കാലം എന്നൊന്ന് ചിന്തിക്കാം. അതിനകത്ത് പ്രധാനമായിട്ടും മീനക്കൂറുകാരെ പറ്റി പറയുമ്പോൾ, നമ്മൾ എപ്പോഴും ഈ സ്ഥിരം കാണുന്നവർക്കൊക്കെ അറിയാം. കാരണം പോരിട്ടാതിയുടെ അവസാന പാദം ഉത്രട്ടാതി രേവതി. ഇതിൽ ഏറ്റവും കൂടുതൽ എന്നെ കൺസൾട്ട് ചെയ്യുമ്പോൾ വിളിച്ച് ചോദിക്കുന്ന, ഏറ്റവും വിഷമത അനുഭവിക്കുന്ന ആൾക്കാർ രേവതിക്കാരും അതുപോലെ തന്നെ ഉത്രട്ടാതിക്കാരുമാണ്. കാരണം അത് മീനക്കൂറുകാരാണ്. അതിൻ്റെ കാരണം മറ്റൊന്നുമല്ല, നിങ്ങൾക്ക് 7.5 ശനി തുടങ്ങിയെന്നറിയാം. ഇനിയിപ്പോൾ അത് ജന്മശനിയായിട്ട് മാറുകയാണ്. ജന്മശനി എന്ന് പറഞ്ഞാൽ നമ്മളെ ജന്മത്തിലേക്ക്, അതായത് നമ്മളെ ശരീരത്തിലേക്കാണ് ശനി കയറിയത്. ആരോഗ്യപരമായ പ്രശ്നങ്ങളുണ്ടാക്കും, നമ്മുടെ സ്ഥാനചലനങ്ങൾ വരാം, അല്ലെങ്കിൽ നമ്മൾ ജോലിയിലോ രാഷ്ട്രീയത്തിലൊക്കെ ഉള്ളവരാണെങ്കിൽ നമുക്ക് പുതിയ പൊസിഷനെ പറ്റിയൊക്കെയുള്ള പ്രതീക്ഷകൾക്ക് മങ്ങലേൽക്കാം. നമുക്ക് ചില നമ്മളുമായിട്ട് ഏറ്റവും വിശ്വസിച്ചിരുന്നവരിൽ നിന്ന് ചതി വരാം, നമ്മുടെ ശത്രുക്കൾ തലപൊക്കാം. ഇങ്ങനെയൊക്കെ വരാവുന്നൊരു കാലഘട്ടമാണ്. മാത്രമല്ല, ഈ മീനക്കൂറുകാരെ സംബന്ധിച്ച് അവർ വിഷമിക്കാനുള്ളൊരു പ്രധാന മറ്റൊരു കാരണം, അവർക്ക് വ്യാഴം 3-ലായിരുന്നു. വ്യാഴം 3-ലായിരിക്കുക എന്ന് പറയുമ്പം വ്യാഴത്തിനെ സംബന്ധിച്ച് 3 ഒരു ദുസ്ഥാനം തന്നെയാണ്. കാരണം ധനപരമായിട്ട് മറ്റുള്ള കാര്യങ്ങളിലൊക്കെയുള്ള സപ്പോർട്ട് പിൻവലിക്കും വ്യാഴം. അതേസമയം വ്യാഴം ഇപ്പോൾ 4-ലേക്ക്, അതായത് കുടുംബസ്ഥാനത്തേക്ക് കയറി വന്നു. അപ്പോൾ കുറച്ചുകൂടി നമുക്കൊരു മാറ്റം, ധനപരമായിട്ടും കുടുംബപരമായിട്ടും മാറ്റം ഉണ്ടാക്കി തരുന്ന സമയം, സ്വസ്ഥതയും സമാധാനവും തരും, കുടുംബ ഐശ്വര്യം ഉണ്ടാകും, ദമ്പതികൾ തമ്മിലോ ബന്ധുക്കൾ തമ്മിലോ ഒക്കെയുള്ള കലഹങ്ങളൊക്കെ നീങ്ങും. ചില എന്താ പറയുക, നമ്മുടെ ചില തെറ്റിദ്ധാരണകൾ, അല്ലെങ്കിൽ നമ്മൾ പറയില്ലേ, അഭിപ്രായ വ്യത്യാസം കൊണ്ടൊക്കെ അകന്നിരുന്നവരെല്ലാം വീണ്ടും അത് മാറി നമ്മളായിട്ട് അടുക്കാനും സ്നേഹിക്കാനും ഒക്കെ തയ്യാറാവുന്ന സമയം ഇത് നമ്മൾ ഉപയോഗപ്പെടുത്തണം. നമുക്ക് ഈശ്വരൻ നമുക്ക് ഒരു അനുഗ്രഹം തരുമ്പോൾ അതിന് നമ്മൾ വില കൽപ്പിക്കണം. മറ്റൊന്ന്, വളരെ 7-ൽ നിന്നുകൊണ്ട്, കണ്ടകസ്ഥാനത്ത് നിന്നുകൊണ്ട് വിവാഹ തടസ്സം ഉണ്ടാക്കുക, ഏറ്റവും അടുത്തിരുന്നവർ തമ്മിൽ അകറ്റുക, ഇതൊക്കെ ചെയ്തുകൊണ്ടതിന് കേതു അദ്ദേഹം ഇഷ്ടസ്ഥാനമായ 6-ലേക്കൊന്ന് മാറിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് കേതുവിൻ്റെ മാറ്റം നിങ്ങൾക്ക് ഗുണമാണ്. കാരണം അകന്നിരുന്നവരെല്ലാം വീണ്ടും അടുക്കാനും, പിന്നെ വളരെ വലിയ അങ്ങോട്ടും ഇങ്ങോട്ടും അമ്പും വില്ലുമായിട്ട് ശത്രുതയിൽ നിന്ന് വാശി പിടിച്ചിരുന്ന, അല്ലെങ്കിൽ പരസ്പരം പാര വെച്ചിരുന്ന ആൾക്കാർ തമ്മിൽ അതെല്ലാം മതിയാക്കി സ്വസ്ഥതയും ഒരു ഇതാവുന്ന ഒരു സമയം വരികയാണ്. എന്നാൽ നമ്മുടെ സർപ്പൻ 12-ലേക്ക് മാറി. അത് വലിയ ദോഷം ചെയ്യത്തില്ല. അപ്പോൾ രാഹുകേതു മാറ്റം നമുക്ക് കുറച്ച് ഒരു അനുകൂലമാണ്. കാരണം 12-ലേക്ക് മാറാനുള്ള ഗുണം, വിദേശ യോഗം, വിദേശത്ത് പോകാൻ കഴിയുക, അന്യദേശത്തു നിന്നുള്ള പ്രണയം, ഇഷ്ടം, പിന്നെ നമ്മുടെ ചില അകന്നിരുന്ന പ്രണയിതാക്കളോ അല്ലെങ്കിൽ ആത്മാർത്ഥ സുഹൃത്തുക്കളോ വീണ്ടും വരിക, നമ്മുടെ കൂടെ പണ്ട് പഠിച്ചിരുന്ന പൂർവ്വജന്മ ബന്ധമുള്ള ആത്മാർത്ഥ സുഹൃത്തായി നടന്നിരുന്ന, എവിടെയാണെന്ന് പോലും നമ്മൾ കണ്ടെത്താതെ വിഷമിച്ചിരുന്ന നമ്മൾ, പിന്നെ സതീർത്ഥ്യന്മാരെ, നമ്മുടെ കൂടെ പഠിച്ചവരെ, നമ്മൾ ചിലപ്പോഴൊക്കെ കുറച്ച് പ്രായം ചെന്നവർക്കറിയാം,
നമ്മളിരിക്കുമ്പോൾ ആലോചിക്കും, പണ്ട് 5ാം ക്ലാസ്സിൽ എൻ്റെ കൂടെ പഠിച്ച ആ രമേശ് ഇപ്പോൾ എവിടെയാണെന്ന്. നല്ല എനിക്ക് അന്ന് ഒരുപാട് സഹായവും സ്നേഹമൊക്കെ തന്ന, മുട്ടായിയൊക്കെ വാങ്ങിച്ചു തന്ന നമ്മൾ കാണാൻ ആഗ്രഹിക്കും. അങ്ങനെയുള്ളവർ വീണ്ടും കണ്ടുമുട്ടും. അതായത് നമ്മളെ പൂർവ്വ വിദ്യാർത്ഥികളുമായിട്ടും പൂർവ്വ സഹപ്രവർത്തകരുമായിട്ടും നമ്മളെ പണ്ട് നമ്മൾ അകന്നിരുന്ന, എവിടെ പോയി അവർ മനഃപൂർവ്വം അകന്നല്ല, സാഹചര്യങ്ങൾ കൊണ്ട് അകന്നു പോയ വ്യക്തികളെ തിരിച്ച് നമ്മളെ അടുത്തേക്ക് ഈശ്വരൻ കൊണ്ടുവരുന്നൊരു കാലമാണ്. പിന്നെ പഠിക്കുന്ന കുട്ടികൾക്ക് വിദേശത്ത് പോകാനും വിദേശത്ത് നല്ല ജോലിയിലെത്താനും ഒക്കെ കഴിയും. റിയൽ എസ്റ്റേറ്റ് മേഖലകളിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്നവർ നിരാശപ്പെടണം. ഇനി നിങ്ങൾക്ക് കുറച്ചൊരു നല്ല സമയമാണ്, ബിസിനസ്സൊക്കെ നടക്കും. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഈ കോൺട്രാക്റ്റ് ഇടപാടുകൾ, ചില പിന്നെ കമ്മീഷൻ വ്യവസ്ഥയൊക്കെ നടത്തിക്കൊണ്ടിരുന്ന ലൈസൻസ് വർക്കുകൾ ചെയ്തവർക്കൊക്കെ കുറച്ചൊരു ഐശ്വര്യവും ചെറിയൊരു മാറ്റമൊക്കെ വരുന്ന സമയമാണ്. എന്ന് വിചാരിച്ച് വലിയ മാറ്റമല്ല. കടബാധ്യതകൾ നമ്മൾ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യണം. കാരണം വ്യാഴം 3-ൽ നിന്നപ്പോൾ നമുക്ക് ചെറിയ ധനപരമായിട്ട് ക്ലേശമോ ധനനഷ്ടങ്ങളോ കടമൊക്കെ വന്നിരിക്കാം. അത് ഇനി ക്രമേണ അങ്ങോട്ട് ചെറുതായിട്ട് ചേഞ്ച് വന്ന് അതിൽ നിന്ന് നമുക്കൊരു മുക്തി കിട്ടി തുടങ്ങും. പൂർണ്ണമായിട്ട് കിട്ടില്ല കേട്ടോ. ചില ആൾക്കാർ പെട്ടെന്ന് പറയും രാജയോഗം, നിങ്ങൾക്ക് ലോട്ടറി അടിക്കും, കോടീശ്വരം. ഒരു അത്ഭുതങ്ങൾ സംഭവിക്കാൻ പോകുന്നില്ല. അതിന് ഒറ്റ വാക്കിൽ ഞാൻ ഉത്തരം പറയാം. ഒരാളിൻ്റെ ജാതകത്തിൽ കോടീശ്വരനാവണമെങ്കിൽ കോടീശ്വര യോഗമോ സാമ്രാജ്യയോഗമോ ഉണ്ടാവണം, വളരെ വലിയ ധനിക യോഗം ഉണ്ടാവണം. ആ യോഗം ഉണ്ടാകുമ്പോൾ അയാളുടെ ഇന്ദുലഗ്നം നല്ല സ്ഥാനത്തായിരിക്കണം. യോഗം ഉണ്ടായാൽ പോരാ, അത് അനുഭവിക്കണമെങ്കിൽ ഇന്ദുലഗ്നം നല്ല സ്ഥാനത്തായിരിക്കണം. ഇന്ദുലഗ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വ്യക്തിയുടെ ചന്ദ്രാലി ലഗ്നാൽ 9ാം ഭാവാധിപനെ വെച്ചിട്ട് നമ്മൾ ഇന്ദുലഗ്നം ചിന്തിക്കുക. അപ്പോൾ അതിനകത്ത് ആദിത്യനാണെങ്കിൽ 30 സംഖ്യ, അതുപോലെ ചന്ദ്രനാണെങ്കിൽ 16 സംഖ്യയൊക്കെ ഉണ്ട്. അതിൻ്റെ ഒരു കാൽക്കുലേഷൻ എടുത്ത് ഇന്ദുലഗ്നം നല്ലതാണെങ്കിലേ കോടീശ്വരനൊക്കെ ആവുള്ളൂ. ചിലർക്ക് ജീവിതത്തിൽ ഒരുപാട് ഭാഗ്യങ്ങളുണ്ടാവും. ജാതകം എഴുതുമ്പോൾ എഴുതി വെച്ചിട്ടുണ്ട് ഗജകേസരി യോഗം, സാമ്രാജ്യ യോഗം, ഇതെല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. ഇതൊന്നും 50ാം വയസ്സിൽ പറയും എൻ്റെ ജാതകത്തിൽ ഇതൊക്കെ പണ്ട് പണിക്കർ എഴുതി വെച്ചതൊന്നും അനുഭവത്തിൽ വന്നില്ല എന്ന് പറയും. എന്തുകൊണ്ട്? പൂർവ്വജന്മദോഷങ്ങൾ കിടക്കുകയാണെങ്കിൽ ഇതൊന്നും വരില്ല. നിങ്ങൾക്ക് 10 ഭാഗ്യയോഗങ്ങളുണ്ട്. അതിനകത്ത് അനിഷ്ടയോഗങ്ങൾ ഒരു 2 എണ്ണം ഉണ്ടെങ്കിൽ സദ്യ വിളമ്പി വെച്ച് അറ്റത്ത് പ്രാവ് കാഷ്ടിച്ച പോലെയാണ്. അതിൻ്റെ അനുഭവങ്ങൾ പൂർണ്ണമായിട്ട് വരില്ല. അതുപോലെ പൂർവ്വജന്മദോഷങ്ങളായിട്ട് 10-12 ദോഷങ്ങളുണ്ട്. അതിലേതെങ്കിലും നമ്മളെ ബാധിച്ചിട്ടുണ്ടെങ്കിൽ, പ്രത്യേകിച്ചും ഗുളികദോഷം ബാധാദോഷമാണ്. അതുപോലെ തന്നെ ജന്മനാൽ ഗുളികദോഷമോ കടുത്ത സർപ്പദോഷമോ ശനിപ്പിഴവോ ശുക്രപ്പിഴവോ വന്നാൽ നിങ്ങൾക്ക് അഥവാ ഭാഗ്യങ്ങൾക്ക് വന്നാൽ പോലും അനുഭവിക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ധനം വരും. ഈ ധനം നിങ്ങൾ അപ്രതീക്ഷിതമായി നിങ്ങളെ നഷ്ടപ്പെട്ട് മറ്റുള്ളവരിലേക്ക് പോകും. ഇത് എടുത്തു പറയാൻ കാരണം, ഇപ്പോൾ ഈ ജാതകത്തിൽ ഇപ്പോഴത്തെ ചാരവശാൽ പറയുമ്പോൾ മീനക്കൂറുകാരെ സംബന്ധിച്ച് കടബാധ്യതകളിൽ നിന്നൊക്കെ ഒന്ന് മാറി നല്ലതായിട്ട് വരണമെങ്കിൽ, കുറേ അബദ്ധങ്ങളിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ ഇപ്പോഴത്തെ വ്യാഴമാറ്റം കൊണ്ട് ക്രമേണ അടുത്ത വ്യാഴമാറ്റം 5ലേക്ക് വരുമ്പോൾ വ്യാഴം നിങ്ങൾക്ക് വരുന്നത് ഉച്ചനായിട്ടാണ്. അന്ന് ഞാൻ പറയാം നിങ്ങൾക്ക് ഭാഗ്യങ്ങൾ വരുമെന്ന്. ഇന്ന് ധൈര്യമായിട്ട് പറയില്ല. അതായത് ഇല്ലാത്ത വാഗ്ദാനം കൊടുത്ത് പ്രതീക്ഷ കൊടുക്കരുത്. പകരം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ചെയ്യേണ്ട പ്രവൃത്തിയും കർമ്മവും നന്നായിട്ട് ചെയ്തു പോയാൽ അതിനനുസരിച്ചുള്ള ഫലം കിട്ടുമെന്നേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. പുതിയ പുതിയ സൗഹൃദങ്ങൾ വരും, പക്ഷേ അവരെ നിരീക്ഷിക്കണം. അതുപോലെ നിങ്ങൾക്ക് പിന്നെ നേരത്തെ പറഞ്ഞ പോലെ അകന്നിരുന്നവർ അടുക്കുകയും കാര്യമൊക്കെ ചെയ്യും. പക്ഷേ പഴയ വൈരാഗ്യമുള്ള കടുത്ത ശത്രുക്കളുമെല്ലാം ഉണ്ട്. തലപൊക്കെയാണെങ്കിൽ അവരെ ഒരു ഡിസ്റ്റൻസിൽ നിർത്തേണ്ട ഒരു സമയമാണ്. അതുപോലെ തന്നെ നിയമയുദ്ധങ്ങൾ നടക്കുന്ന ആൾക്കാർ, അതായത് കുടുംബ കോടതിയായിട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ അല്ലാതെ സ്വത്ത് തർക്കമായിട്ടൊക്കെ ബന്ധപ്പെട്ട് നിയമയുദ്ധങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവർ ഒരു അമിക്കബിളായിട്ട്, അതായത് ഒരു വിട്ടുവീഴ്ചയോടെ സെറ്റിൽ ചെയ്യുന്നത് നല്ലതാണ്. അതിന് ഒരു അവസരങ്ങൾ വരികയാണ് ഇപ്പം, അത് ഉപയോഗിക്കണം. ചൊവ്വ, അതായത് നിയമകാരകനെ ചൊവ്വ ഇപ്പം നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന സമയമാണ്, അത് ഉപയോഗപ്പെടുത്തണം. അതുപോലെ തന്നെ നിങ്ങളെ ഈ നഷ്ടപ്പെട്ടു പോയ അല്ലെങ്കിൽ നമ്മൾ ഇനി തിരിച്ചു കിട്ടൂല എന്ന് പ്രതീക്ഷിച്ച ചില ധനമോ ചില വസ്തുക്കളൊക്കെ തിരിച്ചു കിട്ടാൻ സാധ്യതയുണ്ട്. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ഗുണദോഷ സമ്മിശ്രമായ മീനക്കൂറിൻ്റെ ഇപ്പോഴത്തെ സമയത്തിൽ നിങ്ങൾ തീരെ ഒരു വലിയ കഷ്ടതയിൽ നിന്ന് ഒരു പടി കൂടെ മുന്നോട്ട് കയറിയിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇനി അങ്ങോട്ട് പ്രോഗ്രസ്സാണ്. നിങ്ങൾക്ക് നല്ലതേ വരുള്ളൂ. നിങ്ങൾ എപ്പോഴും ഒരു കാര്യം മനസ്സിലാക്കുക, ജ്യോതിഷം നമുക്കൊരു ഗൈഡ് ലൈനാണ്. പിന്നെ ദൈവാധീനവും
ജ്യോതിഷമൊക്കെ നമ്മൾ താമ്പാതി ദൈവം പകുതി നമ്മളതിൻ്റെ അന്ധവിശ്വാസം പാടില്ല, വിശ്വാസം മാത്രം. ബാക്കി നമ്മുടെ യുക്തിയും ബുദ്ധിയും എപ്പോഴും ഉപയോഗിച്ച് തന്നെ നമ്മൾ മുന്നോട്ട് പോകണം. അതിന് വേണ്ടുന്ന എല്ലാ സപ്പോർട്ടും നമ്മളെ ബുദ്ധിപരമായി ഉപദേശിക്കുമ്പോൾ നന്നായി വരും. ഇതിൻ്റെ താഴെ എൻ്റെ വാട്സാപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോ കാണുന്നവർ കൺസൾട്ടിങ്ങോ സംശയങ്ങളോ ഉണ്ടെങ്കിൽ വാട്സാപ്പിലേക്ക് മെസ്സേജ് ഇടുക. ഞാൻ കോൾ അധികം അറ്റൻഡ് ചെയ്യാറില്ല. നിങ്ങളുടെയൊക്കെ അനുഗ്രഹം, എനിക്കൊരു കഴിവുമില്ല, ഞാനൊരു സാധാരണ വ്യക്തിയാണ് നിങ്ങളെപ്പോലെ. ഈശ്വര അനുഗ്രഹത്താൽ നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് കൊണ്ട് ഭഗവാൻ എന്നിലൂടെ എന്നേ പറയുള്ളൂ, എനിക്കൊരു കഴിവുമില്ല, എന്നിലൂടെ നിങ്ങൾക്ക് കുറേ ഈശ്വര കാര്യങ്ങളും സ്പിരിച്വലായിട്ട് കുറേ കാര്യങ്ങളും പിന്നെ ജ്യോതിഷപരമായി കുറേ ഗൈഡ് ലൈനും തരാൻ അനുഗ്രഹിക്കുന്നു. നിങ്ങൾ വാട്സാപ്പിൽ മെസ്സേജ് ഇട്ടേക്കുക. നിലവിൽ നിങ്ങളുടെയൊക്കെ അനുഗ്രഹം കൊണ്ട് ഞാൻ ഈ പറഞ്ഞ പോലെ ധാരാളം ഇപ്പോഴത്തന്നെ അപ്പോയിൻമെൻറ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പം വരുന്നവർ എന്നോട് ഞാൻ ഈ കാണിക്കുന്ന ശാന്തതയും ക്ഷമയും സാഹോദര്യവും എന്നോട് കാണിക്കണം. നിങ്ങൾ ചില കാര്യങ്ങൾ അതായത് നേരത്തെ കൺസൾട്ട് ചെയ്ത് തന്നെ പലർക്കും വീണ്ടും വീണ്ടും പല സംശയങ്ങളായിട്ട് മെസ്സേജ് ഇടുന്നുണ്ട്. ഞാൻ ചിലപ്പോൾ കാണാൻ വിട്ടുപോയാൽ എനിക്ക് വീണ്ടും റിമൈൻഡ് തന്നെ അനുഗ്രഹിക്കണം. കാരണം ഞാൻ എപ്പോഴും പറയുന്നു, നമ്മളൊക്കെ മനുഷ്യരാണ്, നമ്മളൊന്നും വലിയ ആളുകളല്ല. ഇന്ന് ചെന്ന് കിടന്നാൽ നാളെ എണീക്കുമെന്ന് ആർക്കും ധൈര്യമില്ല. അത്ര ആ പ്രപഞ്ച ശക്തിയുടെ മുന്നിലെ എളിമത്വമുള്ളവരാണ് നമ്മൾ. ഹരേ കൃഷ്ണ, എല്ലാവർക്കും നല്ലത് വരട്ടെ.